ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എനിക്ക് ഇന്ന് ഡ്യൂട്ടിയായിരുന്നു. ജോലി കഴിഞ്ഞ് കുറച്ച് നേരമായി വന്ന് കുളിയെല്ലാം കഴിഞ്ഞു. അപ്പം അച്ഛൻ ഇന്ന് നൈറ്റാണ്. അപ്പം അച്ഛൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പം ഇന്ന് കഴിക്കാനായിട്ട് ചോറുണ്ട്, ചിക്കൻ ഫ്രൈ, ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, ഒരു സാലഡ് പോലെ ഞാൻ ഉണ്ടാക്കി, ചമ്മന്തിപ്പൊടി, നമ്മുടെ സ്ഥിരം മുളക് ചമ്മന്തി. ഓക്കെ, കഴിച്ചാലോ? ഇത് ഞാൻ ഉണ്ടാക്കിയ സാലഡ്, നാട്ടിൽ നമ്മൾ കൊടുത്തുവിട്ട ചമ്മന്തിപ്പൊടി, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയുണ്ട്, നല്ല സ്പൈസി ആക്കി ഉണ്ടാക്കിയേക്കുന്നത് തോന്നുന്നു. ചിക്കൻ ഫ്രൈ ഉണ്ട്, മുളക് അച്ചാറുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ? വിശന്നിട്ട് വയ്യ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി എടുത്ത് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം. ഇനി നമുക്ക് ആ ചിക്കൻ്റെ പൊടി കുറച്ച് ചോറിലേക്ക് മിക്സ് ചെയ്ത് ചമ്മന്തിപ്പൊടിയും കൂടെ എടുത്ത് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കാം. പിന്നെ നമുക്ക് കുറച്ച് സാലഡും കൂടെ വെക്കാം. ചിക്കൻ്റെ ആ പൊടി ഒരു രക്ഷയില്ല. ചിക്കൻ്റെ ആ പൊടിയും സവാളയും തക്കാളിയും കൂടെ എല്ലാം കൂടെ ഒന്നിച്ചപ്പോഴത്തേക്കും നല്ലൊരു കോമ്പിനേഷനായി. ചിക്കൻ്റെ ഒരു പീസ് കഴിച്ചാൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ കേട്ടോ. അങ്ങനെ മസാല ഒക്കെ എല്ലാം അകത്തോട്ട് പിടിച്ച് കണ്ടോ. ഒന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ. നല്ല ചിക്കൻ ഫ്രൈ. രാത്രി ഞാൻ ചോറ് കഴിക്കുന്ന കുറവാണ്, പലപ്പോഴേ ചോറ് കഴിക്കാറുള്ളൂ. ഇന്നിപ്പം അച്ഛൻ്റെ നൈറ്റായിരുന്നു, ഇന്നലെ നൈറ്റായിരുന്നു, അപ്പം ഇന്നും നൈറ്റാണ്. അപ്പം ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാനായിട്ടുള്ള, നമ്മൾ പാക്കറ്റ് ചപ്പാത്തി വാങ്ങാറില്ല, ചപ്പാത്തി ഉണ്ടാക്കാറേ ഉള്ളൂ. അപ്പം ഉണ്ടാക്കാനായിട്ടുള്ളൊരു സമയം കിട്ടിയില്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ പ്ലേറ്റ് ഇഷ്ടമാണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്ലേറ്റ് കഴിക്കാനായിട്ട്. നമ്മുടെ നാട്ടിലെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പ്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് കഴിക്കാനായിട്ട് ഓരോ കറികളിങ്ങനെ വെച്ച് വെച്ച് ഒരു പ്രത്യേക സുഖമാണ് ഇതിനകത്ത് കഴിക്കാനായിട്ട്, അല്ലേ? ഈ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ഒരു ദിവസം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. നല്ല നല്ല ടേസ്റ്റാണ്, നല്ല ജ്യൂസി ആയിട്ടുള്ള, നല്ല സ്പൈസിയാണ്. ഇതിൻ്റെ റെസിപ്പി നമുക്കൊരു ദിവസം ചെയ്യാം. വാ. ഇപ്പോൾ കുറച്ച് മുളക് ചമ്മന്തി നമുക്ക് മിക്സ് ചെയ്ത് ചിക്കൻ്റെ പൊടിയും ഇച്ചിരി പീസും കൂടെ ചേർത്ത് കഴിച്ച് നോക്കാം. നമ്മുടെ സാലഡ് മാത്രം കൂട്ടി കുറച്ച് ചോറ് കഴിച്ച് നോക്കട്ടെ. സാലഡിനകത്തിട്ടേക്കുന്ന മുളകിന് നല്ല എരിവുണ്ട്, ഭയങ്കര എരിവായിരുന്നു. കുറച്ച്
ചിക്കൻ, കുറച്ച് മെഴുക്കുവരട്ടി, കുറച്ച് സാലഡ്. ഇത് മൂന്നൂടെ ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം. ഇങ്ങനെ നമ്മൾ ഏകദേശം കഴിച്ച് കഴിയാറായി. നല്ല രസമുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈഡ് റെസിപ്പി എന്തായാലും നമ്മൾ ഒരു ദിവസം ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾ അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അച്ചു പറയുന്നത് ഈ ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റ് ഇത്ര ആകാനായിട്ടുള്ള കാരണം പൊടികളെല്ലാം നാട്ടിൽ നിന്ന് കിട്ടും നമ്മൾ. അപ്പം നാട്ടിൽ നിന്ന് ഉള്ള പൊടിയുടെ നാട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ട് വരുന്നതിൻ്റെ ആണെന്നാണ് അച്ചു പറയുന്നത്. പക്ഷെ ഉണ്ടാക്കുന്ന രീതിയുടെ ഉണ്ടാവും, പൊടിയുടെ കാണും ഉറപ്പായിട്ടും. ഉണ്ടാക്കുന്ന രീതിയുടെ എന്താണെങ്കിലും അതിൻ്റെ ഒരു ഇത് കാണുമല്ലോ. അങ്ങനെ ഇന്നത്തെ ഡിന്നർ കഴിഞ്ഞു. ഇനിയിപ്പം കുറച്ച് നേരം ഇരുന്ന് TV കാണണം, അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങണം, നാളെ രാവിലെ വീണ്ടും ജോലിക്ക് പോകണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം. അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.